ഇത് ഞാൻ എഴുതിയ ആത്മകഥയല്ല. എന്റെ എഴുത്തിങ്ങനെ അല്ല. ഞാൻ എഴുതിയിട്ടേ ഇല്ല. ചിറ്റപ്പൻ അങ്ങനെ തന്നെ ആവർത്തിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എഴുതിയിട്ടേ ഇല്ല. ഈ പറയുന്ന ഒന്നും ഞാൻ എഴുതിയതല്ല. എന്നതായാലും ഗംഭീരമായി ചിറ്റപ്പ. ബോംബിടുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ഇടണം. ജയരാജന്റെ ബോംബിൽ ഞെട്ടിയിരിക്കുകയാണ് CPIM. നല്ല ഉഗ്രൻ ആറ്റം ബോംബ്. കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും ഉറച്ചിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ EP ബോംബുണ്ടാക്കിയ ഗുരുതരാവസ്ഥ കേരളം കണ്ടതാണല്ലോ. പരിപ്പ് വടയും കട്ടൻ ചായയും എന്ന EP-യുടെ ആത്മകഥയാണിപ്പോൾ ബോംബായി മാറിയിരിക്കുന്നത്. വയനാട്ടിലും ചേലക്കരയിലും പോളിംഗ് തുടങ്ങുന്ന അതേ മണിക്കൂറിൽ തന്നെയാണ് ജയരാജൻ ചിറ്റപ്പന്റെ വെളിപ്പെടുത്തൽ. DC ബുക്സ് ആണ് EP-യുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വോട്ടിംഗ് ദിവസം തന്നെ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നതിൽ ചിറ്റപ്പൻ കടുത്ത മാനസിക സംഘർഷത്തിലാണത്രേ. ഞാൻ ഇത്തരം ഒരു പുസ്തകമേ എഴുതിയിട്ടില്ല എന്നാണ് EP പറയുന്നത്. BJP നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടില്ലെന്ന് പറഞ്ഞ EP പിന്നീട് ജാവദേക്കറെ കണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നിരുന്നല്ലോ. ഏത് ഓർമ്മയില്ലേ? എന്നെ പോലെയുള്ള ഒരാൾ BJP പോവാൻ ആർക്കത് വിശ്വസിക്കാൻ കഴിയാ? ഞാൻ കാണാൻ പോകുന്ന ഒരു നേതാവ് പരിഹാസം എനിക്ക് തോന്നുന്നത്. രണ്ടാം പിണറായി സർക്കാർ പരാജയമാണെന്നും പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി ഡോക്ടർ P സരിനെ കൊണ്ടുവന്നത് തെറ്റാണെന്നും സ്വതന്ത്രരായി വരുന്നവർ പിന്നീട് വലിയ ബാധ്യതയായി മാറുകയാണെന്നും PV അൻവർ ഇത്തരത്തിൽ പാർട്ടിക്ക് ബാധ്യതയായി മാറിയ കാര്യവും EP തന്റെ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വത്തെയും സർക്കാരിനെയും അടക്കം വിമർശിച്ചുകൊണ്ടാണ് ആത്മകഥ പുറത്തു വരുന്നത്. സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്നും ദേശാഭിമാനിക്ക് വേണ്ടി ഫണ്ട് വാങ്ങിയത്, വൈദിക റിസോർട്ടുമായുള്ള വിവാദങ്ങൾ എന്നിവ തുടങ്ങി വലിയ വെളിപ്പെടുത്തലുകളാണ് ആത്മകഥ. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം VS അച്യുതാനന്ദൻ വടകരയിൽ കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചതുപോലുള്ള വലിയൊരു രാഷ്ട്രീയ നീക്കമാണ് EP-യും നടത്തിയിരിക്കുന്നത്. EP ജയരാജൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വെളിപ്പെടുത്തിയതും പിണറായി EP-യെ തള്ളിപ്പറഞ്ഞതും CPIM-നെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പാർട്ടിയിൽ ഒറ്റപ്പെടുന്നുവെന്ന തോന്നലാണ് EP-യെ ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലിന് വഴിയൊരുക്കിയതെന്ന് വേണം കരുതാൻ. CPIM-ൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ രണ്ടാമനായിരുന്നു ജയരാജൻ. പാർട്ടിയിൽ വിഭാഗീയത കത്തി നിന്ന കാലം. EP-ക്കെതിരെ VS അച്യുതാനന്ദൻ നടത്തിയ രാഷ്ട്രീയ നീക്കം. ദേശാഭിമാനി ഫണ്ട് വിവാദത്തിൽ ജയരാജൻ പാർട്ടിയിൽ നേരിട്ട നടപടികളെല്ലാം കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം എന്ന പുസ്തകത്തിൽ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. പാർട്ടിയിൽ ചർച്ച നടത്തിയാണ് താൻ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും പണം വാങ്ങിയതിനെ കുറിച്ച് ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം പിന്നീട് വിവാദമായപ്പോൾ അതിന്റെ പാപഭാരം താൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നെന്നാണ് ജയരാജൻ പറയുന്നത്. വിവാദ മദ്യ വ്യവസായി രാധാകൃഷ്ണനുമായുള്ള ബന്ധം തുടങ്ങി എല്ലാ വിഷയങ്ങളിലും EP തന്റെ ആത്മകഥയിൽ വ്യക്തത വരുത്തുന്നുണ്ട്. മന്ത്രിയായിരിക്കെ ഉണ്ടായ ബന്ധു നിയമനം, മന്ത്രിസ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ടി വന്നത് തുടങ്ങിയവയിലും വ്യക്തത വരുത്തുകയാണ് EP-യുടെ കട്ടൻ ചായയും പരിപ്പുവടയും വിവാദമായതോടെ പുസ്തക പ്രസാധനം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവെക്കാൻ DC ബുക്സും നിർബന്ധിതരായിരിക്കുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുവടയും വലിയ ബോംബായി പതിച്ചതിന്റെ ഞെട്ടലിലാണ് CPIM. താൻ ആത്മകഥ എഴുതുകയാണ് എന്ന് EP ജയരാജൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തനിക്കെതിരെ പാർട്ടിയിൽ വലിയ ഗൂഢാലോചന ഉണ്ടായെന്നാണ് EP പറഞ്ഞു വെക്കുന്നത്. പാർട്ടി സെക്രട്ടറിയാകാൻ ആഗ്രഹിച്ചിരുന്ന EP-ക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയെന്ന് CPIM-ന്റെ പ്രമുഖ നേതാക്കൾക്കെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ മുറിവേറ്റ സിംഹമായി EP മാറുമെന്ന് പാർട്ടിയും തിരിച്ചറിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. വിവാദ ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധമാണ് EP-യെ കുഴപ്പത്തിൽ ചാടിച്ചതെന്നായിരുന്നു പിണറായി തെരഞ്ഞെടുപ്പ് ദിവസം വ്യക്തമാക്കിയത്. ഈ തെരഞ്ഞെടുപ്പ് ദിവസം EP-യുടെ പുസ്തകമാണ് വിവാദമായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഈ പരിപ്പുവട കട്ടൻ ചായ വിവാദത്തിൽ മറുപടി പറയേണ്ടി വരും. DC ബുക്സുമായി താൻ ഒരു തരത്തിലും ധാരണയുണ്ടാക്കിയില്ലെന്നും താൻ ഇപ്പോഴും പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് EP ജയരാജന്റെ പ്രതികരണം. എന്നാൽ DC ബുക്സ് പോലുള്ള ഒരു പ്രസാധക സംഘം ഒരിക്കലും EP-യുടെ അനുവാദമില്ലാതെ പുസ്തകം പ്രസിദ്ധീകരിക്കില്ലെന്നത് വ്യക്തമാണ്. EP തൽക്കാലം പുസ്തകത്തിലെ ഉള്ളടക്കത്തെ തള്ളി പറയുന്നുണ്ടെങ്കിലും CPIM-ൽ വലിയ കോളിളക്കമാണ് ഉണ്ടാകാൻ പോകുന്നത്. പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ ഉയർന്നിരിക്കുന്ന EP വിവാദം പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്ക് വരെ വഴിയൊരുക്കാം. MV ഗോവിന്ദനും P ജയരാജനുമെതിരായ നിരവധി വെളിപ്പെടുത്തലുകളാണ് പുസ്തകത്തിലുള്ളത്. കണ്ണൂർ CPIM-ൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തുടരുന്ന വിഭാഗീയതയും P ജയരാജന്റെ നേതൃത്വത്തിൽ EP-യുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള വൈദേകം റിസോർട്ടിനെതിരെ ഉണ്ടാക്കിയ വിവാദങ്ങളുമെല്ലാം ജയരാജന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്.
സഖാക്കൾക്ക് വേണ്ടിയാണ് വൈദേകം പണിതെന്നാണ് ഇപിയുടെ വെളിപ്പെടുത്തൽ. ഇത് വിവാദമാക്കിയത് പി ജയരാജനും സംഘവുമാണ് എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന വിഭാഗീയതയും വ്യക്തമാവുകയാണ്. രണ്ടാം പിണറായി സർക്കാർ പരാജയമാണെന്ന വിലയിരുത്തലാണ് ഇപി നടത്തിയിരിക്കുന്നത്. ഇത് പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുന്നതിന് തുല്യമാണ്. CPIM സ്വതന്ത്രനായിരുന്ന നിലമ്പൂർ MLA PV അൻവർ പിണറായി വിജയനെതിരെയും പി ശശിക്കെതിരെയും നടത്തിയ നിരവധി വെളിപ്പെടുത്തലുകൾ പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും മോചനം നേടിക്കൊണ്ടിരിക്കെയാണ് ജയരാജന്റെ അടുത്ത നടപടി. ഇപിയും PV അൻവറും ചേർന്നുള്ള പോരാട്ടമാണ് CPIM നടക്കുന്നതെന്ന ആരോപണവും പാർട്ടിയിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ ഇപിയുടെ പുസ്തകം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയെ ജയരാജൻ തള്ളിപ്പറഞ്ഞത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നതും. രാഷ്ട്രീയ എതിരാളികൾക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ CPIM തള്ളാനുള്ള വടിയാണ് ഇപി നൽകിയിരിക്കുന്നതെന്ന് വ്യക്തം.